ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവങ്ങളിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ കപ്പപ്പുട്ട്. അപ്പോൾ ഇന്ന് ഞാനത് എക്സ്ട്രാ സ്പെഷ്യലായിട്ട് നിറവറ ചെമ്പ പുട്ടുപൊടി ഉപയോഗിച്ച് നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പുട്ടിൻ്റെ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു പുട്ടുപൊടിയുടെ കളറൊന്ന് നോക്കൂ. ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ഫ്രഷ് ആയിട്ടുള്ള പുട്ടുപൊടിയാണെന്നുള്ളത് ഇത് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പുട്ടുപൊടി വിറകടുപ്പിലൊക്കെ വെച്ച് വറുത്തെടുത്ത പൊടി ആയതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റും നമ്മൾ പണ്ട് മുതലേ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു പുട്ടിൻ്റെ സ്മെല്ലും ഒക്കെയാണ് കേട്ടോ. ഇനി ഗ്രേറ്റ് ചെയ്ത കപ്പയിൽ ഈ ഒരു വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് ഒട്ടിപ്പിടിക്കാതെ തന്നെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബാലൻസ് ആണ് കേട്ടോ കപ്പപ്പുട്ടിനെ പെർഫെക്റ്റ് ആക്കുന്നത്. ഇനി പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് മാവും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു മാവ് എപ്പോഴും നനവ് വളരെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും കേട്ടോ. ഇത് കണ്ടല്ലോ, ലംസ് ഒന്നും ഇല്ലാതെ ഡ്രൈനസ് ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പപ്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നോക്കൂ, നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ട് ഒട്ടും ഡ്രൈ അല്ലാതെ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലാണ് കേട്ടോ ഈ ഒരു കപ്പപ്പുട്ട് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. നിറവറയുടെ ചെമ്പാ പുട്ടുപൊടി ഉണ്ടെങ്കിലേ ട്രഡീഷണൽ ആയ റെസിപ്പീസ് പോലും കൺസിസ്റ്റന്റ്ലി ടേസ്റ്റിയും പെർഫെക്റ്റ് ആയിട്ടും കിട്ടും.